സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ ഇത് ഗെയിമർ നിങ്ങൾ കണ്ടിരിക്കുന്ന പുതിയ വീഡിയോ ആണ്. ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് ETS2, അതായത് യൂറോട്രക്ക് സിമുലേറ്ററിൻ്റെ യൂറോട്രക്ക് സിമുലേറ്റർ 2ൻ്റെ മറ്റൊരു വീഡിയോ ആയിട്ടാണ്. ആൻഡ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്ന വെച്ചാൽ നമ്മൾ 2-3 ദിവസമായിട്ടൊരു KSRTCയുടെ ഒരു വീഡിയോ ആണ് ചെയ്തുകൊണ്ടിരുന്നത്. 2 ദിവസമായിട്ട് 2 വണ്ടികൾ അവർ തന്നു. 2 വണ്ടികൾ നമ്മൾ വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് നമ്മൾ കൊണ്ട് എത്തിച്ചു കൊടുത്തു. അപ്പം അവരുടെ അവസാനത്തെ വണ്ടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം അത് കാണുന്നതിന് മുമ്പ് വീഡിയോ കാണുന്ന ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം കേട്ടോ. നമ്മൾ വീഡിയോസൊക്കെ അത്യാവശ്യം എല്ലാ ദിവസവും ഇപ്പം മാക്സിമം 1-2 വെച്ച് വീഡിയോസ് എല്ലാ ദിവസവും ഇടുന്നുണ്ട്. അതായത് ഇന്നിപ്പോൾ വീഡിയോ വന്നാൽ ഇനി മറ്റന്നാൾ വരും. അങ്ങനെയാണ് ഞാൻ എന്തായാലും അങ്ങനെ വീഡിയോ ഇടുന്നുള്ളൂ. കാരണം ഇപ്പം എല്ലാം കൂടെ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം അങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും വീട്ടിലേക്ക് പോകാം. ആൻഡ് അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇനി കുറച്ച് ആളുകൾ KSRTCയുടെ വണ്ടികളൊന്നും ഉണ്ടാകത്തില്ല, നിങ്ങളുടെ കോൺട്രാക്ട് ഇവിടെ അവസാനിച്ചു. പിന്നെ പറഞ്ഞു വെച്ചാൽ ചിലപ്പോൾ മേ ബി ഒരു റോഡ് ടെസ്റ്റിങ്ങിന് വേണ്ടി, അതായത് വണ്ടിയുടെ ടെറൈൻ ടെസ്റ്റിങ്, വണ്ടി എവിടെയൊക്കെ കയറുമെന്ന് നോക്കാൻ വേണ്ടി ചിലപ്പോൾ നമുക്ക് ഈ വണ്ടി നന്നിടും, റോഡിലേക്ക് വിടുമെന്നാണ് പറഞ്ഞത്. ഉറപ്പൊന്നുമില്ല. അപ്പം നമുക്ക് എന്തായാലും നമ്മളെ വണ്ടി കാണാം. ഞാൻ എന്തായാലും ഇങ്ങനെ നിൽക്കാം. ഇതിന്നിട്ട് തിരിയട്ടെ. ഇവിടെ ഇതേ ഉണ്ട്, ഇതാണ് സ്ഥലം. ആൻഡ് എന്നിട്ട് ഈ ഒരു ഇവിടെ നേരെ ഇത്രയുള്ള ഓക്കെ, ഇങ്ങനെ നിൽക്കാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് വണ്ടി കാണാൻ പറ്റും. ഇതേ ഉണ്ട് നമ്മളെ വണ്ടി. അതെ, ഇതാണ് നമ്മുടെ വണ്ടി. നമ്മുടെ അവസാനത്തെ വണ്ടി സൂപ്പർ ഫാസ്റ്റ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതാണ് നമ്മൾ അവസാനം നമ്മൾ KSRTCയിൽ ഓടിക്കാൻ പോകണം, തൽക്കാലത്തേക്ക് ഓടിക്കാൻ പോകുന്ന വണ്ടി. അത്യാവശ്യം നല്ല വൃത്തിക്കാനുള്ള ഡീറ്റെയിൽ ഉണ്ട്. എൻജിൻ്റെ പരിപാടിയൊക്കെ സെയിം ആണ്. അതുപോലെ തന്നെ ബൈക്കിങ്ങിന് സ്റ്റിക്കറിങ് വർക്കിംഗ് ഒന്നുമില്ല, അതിനകത്തൊന്നും വ്യത്യാസമൊന്നുമില്ല. അതുപോലെ തന്നെ നമുക്കിവിടെ വേറെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇതിവിടെ സേവ് KSRTC സേവ് ഡീസൽ എന്നൊരു സംഭവമുണ്ട്. ടയറും രണ്ട് സെയിം ടയറാണ്. ഇത്രയും കാലം വന്നുകൊണ്ടിരുന്ന വേറെ ടയേഴ്സ് ആയിരുന്നു. 2 സെയിം ടയറാണ് വന്നിരിക്കുന്നത്. ആൻഡ് ബാക്കിലേക്ക് വരുവാണെങ്കിൽ സൂപ്പർ ഫാസ്റ്റ് അല്ല, ഫാസ്റ്റ് പാസഞ്ചർ ആണ്. ഓക്കെ, മൈ ബാഡ്. അപ്പോൾ ഫാസ്റ്റ് പാസഞ്ചർ ആട്ടോ. അപ്പം അല്ല, അപ്പം ഇതായിരിക്കും ചിലപ്പോൾ ഈ വണ്ടി ഫാസ്റ്റ് പാസഞ്ചർ ഉണ്ടാകത്തുള്ളൂ. സൂപ്പർ ഫാസ്റ്റ് ചിലപ്പം എടുക്കത്തില്ലായിരിക്കും, എനിക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, അപ്പം പിന്നെ വന്നിരിക്കുന്നത് നമ്മുടെ KSRTCയുടെ എംബ്ലം, കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ എംബ്ലം ഉണ്ട്. പിന്നെ വേറെ സംഭവം വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതാണ്. അതായത് ഇത് കണ്ട നിങ്ങൾ, ഇതാണ് വേറൊരെണ്ണം വന്നിട്ടുള്ളത്. അതായത് മുകളിൽ അത്യാവശ്യം കുറച്ച് ഒരു ഫ്രജൈലിൻ്റെ ഒരു ബോക്സും ഉണ്ട്, ഒരു ടയർ ഇരിപ്പുണ്ട്, ഒരു കാർട്ടാണ് ഇരിപ്പുണ്ട്. ഇതെന്ത് ഇങ്ങോട്ട് പോണേ, ഇങ്ങനെ തിരി ഇതണ്ട, ഒരു ഫ്രജൈലിൻ്റെ ഒരു ബോക്സ്, ഒരു കാർട്ടണും ഒരു ടയർ ഇരിപ്പുണ്ട്. ഇതെന്തിനാന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ അവർ പറഞ്ഞ എന്തുവാന്ന് വെച്ചാൽ തൽക്കാലത്തേക്ക് നിങ്ങൾ വണ്ടി എടുത്ത് പുറത്തേക്ക് ഇട്, എന്നിട്ട് GPS അവർ അയച്ചു തരാം, ലൊക്കേഷൻ അയച്ചു തരാം, അങ്ങോട്ടേക്ക് പോയച്ചാൽ എന്നാണ് പറഞ്ഞത്. അപ്പം ലൊക്കേഷൻ നമുക്ക് അയച്ചിട്ടില്ല. നമുക്ക് എന്തായാലും നമ്മളെ വണ്ടി എടുത്ത് പുറത്തേക്ക് ഇടാം. ഓക്കെ, ഇതേ കിടക്കും നമ്മുടെ വണ്ടി. ഓക്കെ, നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. ഞാൻ പറഞ്ഞില്ല, നമുക്ക് ലൊക്കേഷൻ തന്നിട്ടില്ല. ഉണ്ടാകും വെറുതെ ഇങ്ങനെയല്ല, മാപ്പ് മാത്രമേ ഉള്ളൂ. ഞാൻ എന്തായാലും വണ്ടിയുടെ പുറത്തൊന്ന് നോക്കട്ടെ. ഏതാ? ഓക്കെ, അപ്പം ഇനി നമുക്ക് വണ്ടി എടുത്ത് നമുക്കൊന്ന് ജസ്റ്റ് ഉറങ്ങാം. നമുക്ക് നല്ല ഉറക്കക്ഷീണമുണ്ട്. കുറച്ചധികം ട്രാവൽ ചെയ്യേണ്ടി വന്നു. അപ്പോൾ കുറച്ചധികം ഉറക്കക്ഷീണമുണ്ട്. നമുക്ക് തൽക്കാലം വണ്ടി കൊണ്ടുവന്ന് റിവേഴ്സ് ഇട്ട് ഇവിടെയാണ് നമുക്ക് ഉറങ്ങാൻ സ്ഥലം നോക്കട്ടെ. മഴ പെയ്യുമ്പോൾ എന്തൊരൊച്ച ഇത്, ഇറങ്ങാൻ പറ്റുന്ന ഇവിടെ നോക്കട്ടെ. അവരുണ്ട്. ബാക്കിൽ തന്നെ പോയച്ചാൽ മതി. ബാക്കിൽ തന്നെ ആണ്, ഇവിടെ ഇങ്ങനെ നേരെ ഇട്ടേച്ചാൽ മതി. ഓക്കെ, തുടങ്ങാം. സോ ഗയ്സ്, മണി 3:30, ഞായറാഴ്ച രാവിലെ 3:30 ആയിട്ടുണ്ട്. നമുക്ക് മാപ്പ് അവർ ഇട്ട് തന്നിട്ടുണ്ട്. അതായത് നമുക്ക് ഇവിടുന്ന് ഒരു 300 കിലോമീറ്റർ ഉണ്ട്. അപ്പം നമുക്ക് എന്തായാലും വണ്ടി എടുത്ത് പയ്യെ ഇറങ്ങാം. ഇതാണ് വണ്ടിയുടെ ഇൻറ്റീരിയർ. അതിനിപ്രാവശ്യം നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ, കണ്ടോ? വണ്ടിക്ക് അത്യാവശ്യം നല്ലോണം സൗണ്ട് ഉണ്ട്. നമുക്ക് ലൈറ്റ് ഇട്ട് നോക്കട്ടെ. ലൈറ്റും നല്ലോണം ലൈറ്റും ഉണ്ട്. ഇനി നമുക്കതെല്ലാം വണ്ടി എടുത്ത് പയ്യെ ഇറങ്ങാം. നമുക്കിവിടെ നിന്ന് 360 കിലോമീറ്റർ പോകാണ്ട്. തിരട് നിൽക്കട്ടെ, ഇത്ര ഉറപ്പുള്ള. ഓക്കെ, പോട്ടെ. ഓക്കെ,
നല്ല സൗണ്ട് ആട്ടോ ഈ വണ്ടിക്ക്, നല്ല ഹോണ്. ഓക്കെ, ഞാൻ പയ്യെ തിരികട്ടെ. ഓക്കെ, ഇപ്രാവശ്യം നമ്മൾ കുറച്ച് സ്പീഡിൽ അങ്ങോട്ട് പോവാണ്. ഞാൻ കൂടുതൽ ഇതാക്കുന്നില്ല, അതായത് ഞാൻ ഇനി കുറച്ച് നേരത്തേക്ക് സിഗ്നലൊന്നും നമ്മൾ നോക്കുന്നില്ല. നമ്മൾ പറപ്പിച്ചങ്ങോട്ട് പോവാണ്. നമുക്ക് ഇത് തീർത്തിട്ട് വേണം നമുക്ക് അടുത്ത പണി വല്ലതും ഉണ്ടോ എന്ന് തപ്പണം. കാരണം KSRTC ആയിട്ടുള്ള കോൺട്രാക്ട് ഇതോടെ തീരും. ഇനി നമുക്ക് വേറെ ഏതെങ്കിലും വർക്ക് വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് ജീവിച്ചു പോകാൻ പറ്റുള്ളൂ. ജീവിച്ചു പോകണം, പിള്ളേർ പണിയെടുക്കും, അത് വേറെ കാര്യം. എന്തായാലും നമുക്ക് ഞാൻ ഒറ്റയടിക്ക് പോവാണ്. വണ്ടി ഒന്നും ഇടിക്കാത്ത രീതിയിലാണ് ഞാൻ പോകാൻ പോണത്, ഉറപ്പാണ്. ഓക്കെ, റൈറ്റ് ഇട്ട് പോവാം. സോ നമുക്കിനി 340 കിലോമീറ്റർ ആണ് പോകാനുള്ളത്. അയ്യോ, ബ്രേക്ക്. ഓക്കെ, നമുക്ക് 330 കിലോമീറ്റർ കൊണ്ട് പോയാൽ മതി. അപ്പം വീഡിയോ കാണുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ വളരെ വലിയൊരു നഷ്ടമായിരിക്കും. കുറേ വീഡിയോസ് ഞാൻ എന്നെക്കൊണ്ട് ശ്രമിക്കുന്നുണ്ട്, ഞാൻ മാക്സിമം കുറേ വീഡിയോസ് ചെയ്യാൻ. ഓക്കെ, മുളിക്കറട്ടെ. നല്ല സ്പീഡും ഉണ്ട് വണ്ടിക്ക്. അത്യാവശ്യം കൈ നിൽക്കുന്ന രീതിയിലാണ് എൻ്റെ കൺട്രോളിങ് വന്നിട്ടുള്ളത് കേട്ടോ. പണി എടുത്തിട്ടാണ് ഇവന്മാർ മോഡ് ചെയ്തിട്ടുള്ളത്, ഉറപ്പിച്ച് പറയാം. നല്ല ഗുണം ശരിക്കും. അതൊക്കെ ചുമ്മാ ജോയിസ്റ്റിക്ക് അനക്കുമ്പോൾ മനസ്സിലാവും. വൃത്തിക്കാണ് അവന്മാർ പണി എടുത്തുള്ളത്. പോലീസിൻ്റെ വണ്ടിയൊക്കെ പോകാൻ പറ്റുന്നുണ്ട്. എന്ത് പോലീസ്, നമ്മുടെ മുമ്പിൽ അതാ ഷൂ. സൂപ്പർ ഫാസ്റ്റ് എന്നാൽ ആരാണെങ്കിലും മാറിക്കോളും. അല്ല, സൂപ്പർ ഫാസ്റ്റ് അല്ല, ഫാസ്റ്റ് രണ്ടും കണക്കാണ്. രണ്ടിനും കളറ് മാത്രം വ്യത്യാസമുള്ളൂ. കളറും പേരും മാത്രമല്ല, കളറല്ല പേര് മാത്രമേ വ്യത്യാസമുള്ളൂ. അല്ലെ, കളറല്ല ഒന്നാണ്. ചിലപ്പോൾ ഇത് തന്നെ അവർ മോഡിഫൈ ചെയ്ത് ചിലപ്പോൾ എടുക്കുമായിരിക്കും, സൂപ്പർ ഫാസ്റ്റ് ആക്കിയിരിക്കും. എനിക്ക് അറിഞ്ഞൂടാ. വേറെ വണ്ടികളൊന്നും ഇപ്പോൾ വരാനില്ലെന്നാണ് പറഞ്ഞത്. ചിലപ്പം ഭാവിയിൽ വരുമായിരിക്കും. അതൊന്നും നമ്മളോട് പറഞ്ഞത്. നമ്മളോട് ഇപ്പം പറഞ്ഞു വെച്ചാൽ 3 വണ്ടികളായിരുന്നു. 3 വണ്ടികളെ ഞാൻ സക്സസ്ഫുള്ളി 2 വണ്ടികൾ നമ്മൾ ഇറക്കി കഴിഞ്ഞു. ഇനി ഇതും കൂടെ ഉള്ളൂ. ഇതുകൂടെ കഴിഞ്ഞാൽ നമുക്ക് അവരുടെ കോൺട്രാക്ട് തീരും. ഇനി നമുക്ക് 250 കിലോമീറ്റർ കൊണ്ട് പോയാൽ മതി. ഞാൻ പറഞ്ഞില്ല, നല്ല സ്പീഡാട്ടോ വണ്ടിക്ക്, ഒന്നും പറയാതിരിക്കാൻ മേല. നല്ല സ്പീഡുണ്ട്, പറക്കുവാണ് വണ്ടി കിടന്ന്. നമുക്കിനി ഉള്ളതെന്ന് വെച്ചാൽ 192 കിലോമീറ്ററും കൂടെയാണ് നമുക്ക് പോകേണ്ടത്. അതുപോലെ തന്നെ നമ്മളെ പുതിയൊരു ഗെയിം, അതായത് സൂപ്പർ മാർക്കറ്റ് ടുഗദർ എന്നുള്ള ഗെയിമാണ് എടുത്തിരിക്കുന്നത്. അത് എനിക്ക് തോന്നുന്നു അടുത്ത വീഡിയോ വരാൻ പോകണമെന്ന് അതിൻ്റെ ആയിരിക്കണം. ഞാൻ റെക്കോർഡ് ചെയ്യണം. അപ്പം അത് കാണാത്തവർക്ക് കാണാൻ തന്നെ ഫസ്റ്റ് പാർട്ട് കാണാൻ നിങ്ങൾ സെക്കൻഡ് പാർട്ട് കണ്ട ഒരു കാര്യമില്ല, ഒന്നും മനസ്സിലാകാൻ പോകില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ലൈവ് സ്ട്രീം ചെയ്യാറുണ്ട്. ഞാനിപ്പം ഒരു 2-3 ആഴ്ചയായിട്ട് തന്നെ പറയുന്നത് ഞാൻ ചെയ്യാറുണ്ട്. അതായത് ഫസ്റ്റ് ഒരു ഡിലേ ഉണ്ടായിരുന്നു, 2-ാം തീയതി വന്നില്ല. പക്ഷേ ബാക്കിയുള്ള ദിവസങ്ങൾ എന്നെ കൊണ്ട് പറ്റുന്ന ദിവസങ്ങളൊക്കെ ഞാൻ വരുന്നുണ്ട്. നമുക്ക് എല്ലാ ദിവസവും എനിക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഞാൻ പറയാം, എൻ്റെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുന്ന സ്കീമാണത്. ചിലപ്പം എപ്പോഴും നമുക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റണമെന്നില്ല, ആ ഒരു മൈൻഡ് അങ്ങനെ ആകണമെന്നില്ല. നമുക്ക് കോളേജ് വർക്ക് ഉണ്ടാവും, അതുപോലെ തന്നെ റെക്കോർഡ് ചെയ്യാൻ ഉണ്ടാവും വീഡിയോസ്. ഇതെല്ലാം കൊണ്ട് നമുക്ക് തലയ്ക്ക് വിടാന്തായി, അത് വേറെ കാര്യം. പക്ഷെ എന്നെ കൊണ്ട് മാക്സിമം വരുന്ന പോലെ ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടാ, ഇനി നോക്കിയിട്ട് കുറച്ച് ദൂരം കൂടെ 126 കിലോമീറ്റർ കൂടെ ഉള്ളൂ നമുക്കിനി. അയ്യോ, ഇവിടുന്ന് റൈറ്റ് കൊള്ളാം വണ്ടി. ഞാൻ പറഞ്ഞില്ലേ, ബെസ്റ്റൊക്കെ വണ്ടി ഒന്നും പറയില്ല. മോഡ് ചെയ്തവനൊക്കെ സല്യൂട്ട്, ബിഗ് സല്യൂട്ട്. നമ്മുടെ ഇങ്ങനത്തെയൊക്കെ മോഡ് എടുക്കണമല്ലോ, അതിൻ്റെ കൺട്രോളും എല്ലാം നല്ല സൂപ്പറായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. നല്ലൊരു കൺട്രോളാണ് വണ്ടി കിട്ടിയിരിക്കുന്നത്. ഞാനിപ്പം ഹൈ ആണ് ഇട്ടിരിക്കുന്നതാണ് എൻ്റെ വിശ്വാസം. നമുക്കിനിയിപ്പം 115 കിലോമീറ്റർ കൊണ്ട് പോയാൽ മതി. ലെറ്റ്സ് ഗോ. പോട്ടെ. അയ്യോ, ഇവിടുന്ന് കൊണ്ടാണ് ഇടിക്കല്ലേ. ആരിടിക്കാനാണ് ഞാൻ ഇപ്രാവശ്യം ഇത്ര 100 കിലോമീറ്റർ നിന്നിട്ട് പോയി ഏതെങ്കിലും ഒരു കണ്ടത്തിൽ പോയി മറിയും. അപ്പോഴേക്കും 99% ഡാമേജ് ആവും, വണ്ടി ഓണാവില്ല. കഴിഞ്ഞ പ്രാവശ്യം വള്ളിയാവും. തുടങ്ങി. സൂപ്പർ ഫാസ്റ്റ് ആണേ, അല്ല ഫാസ്റ്റ് ആണേ. വണ്ടി ഇടിച്ച് കയറുവേ, ചത്ത് പോകുവേ.
ഉറപ്പാണേ വണ്ടിക്കൊന്നും ഉണ്ടാവത്തില്ല. അത് വേറെ കാര്യം. 1% ഡാമേജ് ഈ വണ്ടിയുടെ ഒന്നുമില്ല. ഓക്കെ, പറക്കട്ടെ. ഇനി നമുക്ക് 90 കിലോമീറ്റർ കൂടെ പോയാൽ മതി. ഇനി നമുക്ക് ഇവിടുന്ന് 77 കിലോമീറ്റർ കൂടെ പോയാൽ മതി. ഈസി. നമുക്കിനിപ്പോൾ അതും കൂടെ പോയി കഴിഞ്ഞാൽ അറ്റ് ലാസ്റ്റ് നമ്മുടെ അവസാനത്തെ വണ്ടി, അതായത് നമ്മുടെ KSRTCയുമായിട്ട് നമ്മൾ കോൺട്രാക്ട് അവസാനിക്കുന്ന ഈ വണ്ടിയിലാണ്. ചിലപ്പോൾ വേറെ വല്ല കോൺട്രാക്ട് കിട്ടുമെന്ന് അറിഞ്ഞുകൂടാ. ഭാവിയിൽ ചിലപ്പോൾ നല്ല വല്ല കോൺട്രാക്റ്റുകൾ കിട്ടുമായിരിക്കും. അറിഞ്ഞുകൂടാ. ഇതെല്ലാം കിട്ടേണ്ടത് പ്രതീക്ഷിക്കുന്നു. നമുക്കിനി വെറും 50 കിലോമീറ്റർ കൂടെ എളുപ്പം എത്താന്നുള്ളത്. 40 മിനിറ്റാണ് കാണിക്കുന്നത്. മണി 7:15 അതായത് നമുക്ക് അവർ സമയം നമുക്ക് കുറച്ച് തന്നിട്ടുള്ളത്. അതായത് ഞായറാഴ്ച തിങ്കളാഴ്ച രാവിലെ സമയമുണ്ട്. 300 കിലോമീറ്റർ പോകേണ്ടല്ലായിരുന്നു. അവർ വിചാരിച്ച് വേണം 2 ദിവസം സമയം കൊടുക്കാം. 24 മണിക്കൂർ കിടക്കട്ടെ എന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ നമുക്ക് അത്രയൊന്നും വേണ്ട. വെറും 7 മണിക്കൂർ കൊണ്ടാണ് നമ്മൾ എത്തിയത്. അതായത് ശനിയാഴ്ച ഇപ്പം ഞായറാഴ്ച രാവിലെ 3:05 നമുക്ക് മാപ്പ് കിട്ടിയത്. അപ്പം തൊട്ട് അതായത് തിങ്കളാഴ്ച വരെയാണ് നമുക്ക് തന്ന സമയം. തിങ്കളാഴ്ച രാവിലെ 3 മണി വരെ നമുക്ക് തന്ന സമയം. അതിനോട് നമ്മൾ എത്തിച്ചിരിക്കും എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷെ നമ്മൾ അതിന് മുമ്പ് അതിൻ്റെ പകുതി സമയം കൊണ്ട് നമ്മൾ എത്തിയത്. 18 കിലോമീറ്ററും കൂടെ 18 മിനിറ്റ്. 1 മിനിറ്റ് 1 കിലോമീറ്റർ നമ്മൾ കവർ ചെയ്യുന്നത്. ഏതാ ഇനി 1 കിലോമീറ്ററും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ സ്ഥലം എത്തും. ഇവിടെ എവിടെയാണ്? അയ്യോ, എക്സ്ക്യൂസ് മീ, സൈഡ് ഒരു പ്ലീസ്. ഓ, ഇവിടെ ഗ്യാരേജ് ഉണ്ട് കേട്ടോ. നമുക്ക് പോയി ഗ്യാരേജിൽ പോയി വണ്ടി ഒന്ന് വേണ്ടല്ലേ? എന്തിനാ, നമുക്ക് പരിപാടി കൊണ്ട് തീർത്തേക്കാം. ഓക്കെ, നമ്മുടെ ഗ്യാരേജ് നമ്മൾ എത്തിച്ചിട്ടുണ്ട്. ഇതാണ് ഗ്യാരേജ്. ഇതെന്താ ഒരു ചെറിയ ഗ്യാരേജാണോ? അമ്മേ, ചെറിയ ഗ്യാരേജാണോ? ഒരു ചെറിയ ഗ്യാരേജാട്ടോ. എനിക്ക് അറിഞ്ഞോളൂ എന്താ ചെറിയ ഗ്യാരേജ് കൊടുത്തിരുന്നു. അയ്യോ, ഓക്കെ, തീരട്ടെ. ശരിക്കും തോന്നുന്നു വണ്ടിയിൽ സാധനങ്ങളൊക്കെ ഉണ്ട്. വണ്ടി അങ്ങനെ ആരും അറിയാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ മൂന്ന് ഗ്യാരേജിലിട്ട്. അതായത് ചിലപ്പോൾ ഇവിടെ നിന്നായിരിക്കും ഈ വണ്ടി ഓടി തുടങ്ങുന്നത്. അപ്പോൾ അത് കാരണമായിരിക്കും ഇങ്ങനത്തെ ഒരു വണ്ടി കൊണ്ടുവന്ന് ഇവിടെ കൊണ്ട് ഇട്ട് കൊടുത്തത്. നമ്മുടെ പരിപാടി നമ്മളോട് പറഞ്ഞ് നമ്മൾ തീർത്ത് വെച്ചു. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ വണ്ടി. നമ്മുടെ അവസാനത്തെ വണ്ടിയായിട്ടുള്ള, അതായത് KSRTC വരെ നമ്മുടെ അവസാനത്തെ കോൺട്രാക്റ്റ് വണ്ടി, നമ്മുടെ ഫാസ്റ്റും നമ്മളിവിടെ കൊണ്ടിട്ടിരിക്കുകയാണ്. ഒരുപാട് വിഷമമുണ്ട്. നമ്മൾ 3 വണ്ടികളാണ് നമുക്ക് ഇടാൻ പറ്റിയുള്ളൂ. വേറെ വണ്ടികളൊന്നും ഇപ്പം വരാനില്ലെന്നാണ് പറഞ്ഞത്. അപ്പം ചിലപ്പോൾ ഈ 3 വണ്ടികളെ വരത്തുള്ളൂ. ചിലപ്പോൾ ഭാവിയിൽ വേറെ ഏതെങ്കിലും വണ്ടികൾ വരുമായിരിക്കും. വരുമ്പോൾ നമ്മൾ തന്നെ വിളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പ്ലീസ് നിങ്ങളെ ലൈക്ക് ചെയ്യാണ്ടാണ് എല്ലാവരും പോണത്. എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വീഡിയോ കണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ലൈക്കാണ് എനിക്കൊരു പ്രചോദനം. അതങ്ങനെയാണ്. എനിക്കൊരു മോട്ടിവേഷൻ വേണമെങ്കിൽ നിങ്ങൾ ലൈക്ക് വേണം. അത് കാരണമാണ്, അല്ലാണ്ട് വേറെ ഒന്നും കൊണ്ടല്ല. ഓക്കെ, അപ്പം ഇപ്പോൾ ഇതൊക്കെ സൈൻ പ്ലീസ് ടാറ്റ ബൈ, സീ യു ഓൺ ദി നെക്സ്റ്റ് വീഡിയോ. ബൈ.